കല്ലേപ്പുഴ പുഴിയക്കാവ് ചാഴക്കുളം തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുമെന്ന പഞ്ചായത്ത് വാഗ്ദാനം തൊഴിലുറപ്പ് പദ്ധതിയിൽ പുനരുദ്ധാരണം നടക്കുന്ന റോഡിന്റെ അവശിഷ്ടങ്ങളും മാലിന്യങ്ങളും ഇന്നും ചാഴിക്കുളത്ത് നിക്ഷേപിച്ച പഞ്ചായത്ത് അധികൃതർ ജനങ്ങളോട് വെല്ലുവിളി ഉയർത്തി. ഒരു പ്രദേശത്തെ ജനങ്ങളുടെ ഏക ജലസ്രോതസ്സായിരുന്നു ഈ കുളം. കുളിക്കാനും കുളിക്കാനും പാത്രം കഴുകാനും വരെ ഈ വറ്റാത്ത കുളമായിരുന്നു പ്രദേശവാസികളുടെ ആശ്രയം. സംരക്ഷിക്കേണ്ടവർ സംരക്ഷണ ചുമതലയിൽ നിന്നും ഒഴിഞ്ഞതോടെ കുളം മലിനമായി തുടങ്ങി. ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തിനോട് ചേർന്ന കുളമായതിനാൽ കുളം നികത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഇയാളുടെ ഒത്താശയോടെ കുളത്തിൽ വേസ്റ്റുകളും മാലിന്യങ്ങളും നിക്ഷേപിക്കുവാൻ തുടങ്ങി. ഏകദേശം ഒരു 15 വർഷത്തോളം മുമ്പാണ് ഞങ്ങൾ പഞ്ചായത്തിലേക്ക് ഡിറ്റ് കൊണ്ടുവന്ന് കൊടുക്കുകയും അതുകൊണ്ട് ഉപയോഗശൂന്യമായി കിടക്കുന്നത്. ഈ 15 വർഷത്തോളമായിട്ട് വൃത്തികേടായി കിടക്കുന്ന നാട്ടുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പല കിടക്കുന്നുള്ള മാലിന്യങ്ങളും രാത്രി ഇവിടെ കൊണ്ടുവന്ന് ഓട്ടോയിലും മറ്റുമായിട്ട് കൊണ്ടു തള്ളുന്നുണ്ട്. കക്കൂസ് മാലിന്യം വരെ ഉണ്ട്. ഇടയിലെല്ലാം ഞങ്ങൾ കുറെ യുവാക്കളെല്ലാം ഇടപെട്ട് അത് തടയുണ്ടായി. പഞ്ചായത്തിലും മറ്റുമായിട്ട് പല പരാതികൾ കൊടുത്തിട്ടും ഇതുവരെ യാതൊരു ഇതും കിട്ടിയിട്ടില്ല. കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശം കൂടിയാണ് കല്ലേപ്പുള്ളി. ഈ കുളമില്ലാതായാൽ പരിസരത്തെ കിണറുകളിലെ ഉറവ് പോലും ഇല്ലാതാകും. പൊതുജനങ്ങളുടെ നിരന്തരമായ പരാതികൾ ഉയർന്നതോടെ പഞ്ചായത്ത് അധികൃതർ 2 ലക്ഷം രൂപ മുടക്കി കുളം നവീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നുവെങ്കിൽ അതേ പഞ്ചായത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് നവീകരിക്കേണ്ട കുളത്തിലേക്ക് ഇന്നും തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികൾ വേസ്റ്റ് തള്ളിയത്. പരിസര പ്രദേശത്തെ അഴുക്കുചാലുകളും ഈ കുളത്തിലേക്ക് തന്നെയാണ് തുറന്നിട്ടിരിക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. കുളത്തിന് വൃത്തിയാക്കി തരണം, പഴയ കുളം പോലെ ആക്കണം. പാത്രം മാറാനും കൂടിയിട്ട് വെള്ളം കൊണ്ടുപോയ കുളമാണ്.